السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، عن محمد بن عبد الرحمن رضي الله عنه أن جابر بن عبد الله أخبره أن النبي صلى الله عليه وسلم كان يصلي التطوع وهو راكب في غير القبلة. പ്രിയപ്പെട്ട റിയാദുസ് സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയ പണ്ഡിതന്മാരെ, കിബിലക്ക് മുന്നിടാതെയുള്ള നിസ്കാരം അത് എങ്ങനെയായിരുന്നു മുത്തുനബി തങ്ങൾ നിസ്കരിച്ചിരുന്നത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു എന്നവര് നിവേദനം ചെയ്യുന്നു. അന്ന ജാബിർ ബിൻ അബ്ദുല്ലാഹി അഖ്ബറോ, തീർച്ചയായും ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി തതവ്വഅ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുമായിരുന്നു. വഹുവ റാകിബുൻ ഫീ ഗൈറിൽ ഖിബ്ലത്തി, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കിബിലയിലേക്ക് അല്ലാത്ത രീതിയിൽ കിബില തെറ്റിച്ചുകൊണ്ട് മുത്തുനബി തങ്ങൾ സുന്നത്തായ നിസ്കാരം നമസ്കരിക്കുമായിരുന്നു എന്ന് സഹാബാക്കൾ പറയുന്നു. അതായത്, നമുക്ക് യാത്ര പോകുന്ന സമയത്ത് നമ്മള് തിരക്കിട്ട് പോകുമ്പോൾ ഫർദ് നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിക്കാൻ ചിലപ്പോൾ സമയം കിട്ടാതെ നമ്മൾ ധൃതിയിൽ പോകുമ്പോൾ ആ നിസ്കാരം നമ്മുടെ യാത്രയിൽ നമുക്ക് നിസ്കരിക്കാം. എങ്ങനെയായിരുന്നാലും കിബിലക്ക് മുന്നിട്ടുകൊണ്ടും അല്ലാതെയും നമുക്ക് നിസ്കരിക്കാം. ബസ്സിൽ നമ്മൾ യാത്ര പോകുമ്പോൾ ആ വാഹനം ഏത് ദിശയിലേക്കാണോ പോകുന്നത് ആ ദിശയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് നമുക്ക് നിസ്കരിക്കാം. സുന്നത്ത് നമസ്കാരം അത് എങ്ങനെയും നമുക്ക് നമസ്കരിക്കാം. ഇത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. മുത്തുനബി തങ്ങൾ യാത്ര പോകുമ്പോൾ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ സുന്നത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. നമുക്ക് വുളൂ വേണമെന്ന് മാത്രമേ അവിടെ നിർബന്ധമുള്ളൂ. അല്ലാതെ നമുക്ക് പ്രധാനപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളെല്ലാം ചിലപ്പോൾ യാത്രയുടെ ഒരു ധൃതി കൊണ്ട് ചില ആൾക്കാർ ഒഴിവാക്കാറുണ്ട്. ആ ഒഴിവാക്കൽ വേണ്ട. വാഹനത്തിൽ ഇരുന്നു കൊണ്ട് വാഹനം ഏത് ദിശയിലേക്കാണോ പോകുന്നത് ആ ദിശയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് നമുക്ക് ആ വാഹനത്തിൽ ഇരുന്ന് സുന്നത്ത് നിസ്കരിക്കാമെന്ന് മുത്തുനബിയുടെ ഈ മാതൃകയിൽ നമുക്ക് പഠിക്കുവാനുണ്ട്. അതുകൊണ്ട് ഫർദിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരം നമ്മൾ ഒഴിവാക്കരുത്. യാത്രയിലായിരുന്നാലും വാഹനത്തിലിരുന്നു കൊണ്ട് നമുക്ക് നിസ്കരിക്കാം. അതുപോലെ മറ്റുള്ള സുന്നത്തുകൾ ഒന്നും യാത്രയിലായിപ്പോയല്ലോ എന്ന് വിചാരിച്ച് കിബിലക്ക് മുന്നിടാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് യാത്രയിലായാലും നിങ്ങൾ ആ സുന്നത്ത് നിസ്കാരം ഒഴിവാക്കരുത്. വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ഏത് ദിശയിലേക്കും തിരിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിസ്കരിക്കാമെന്നാണ് മുത്തുനബി തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മഹത്തായ സുന്നത്ത് നമസ്കാരങ്ങളെ യാത്രയുടെ പേരിൽ നിങ്ങൾ ഒഴിവാക്കരുത്. ളുഹാവും തഹജ്ജുദും അതുപോലെയുള്ള മറ്റ് റവാത്തിബ് സുന്നത്തുകളും ഒന്നും കിബിലക്ക് മുന്നിടാനുള്ള സൗകര്യം ഇല്ലല്ലോ എന്ന് വിചാരിച്ച് അത് നിസ്കരിക്കാൻ പാടില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സുന്നത്ത് നിസ്കാരം ഏത് ദിശയിലേക്കും തിരിഞ്ഞിരുന്നു കൊണ്ട് നിസ്കരിക്കാമെന്നാണ് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ഓർമ്മയിലുണ്ടാകുക. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന ഓരോ മാതൃകയും ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. റവാത്തിബ് സുന്നത്തുകൾ കൃത്യമായി എടുക്കാനും അത് ചെയ്യാനുമുള്ള തൗഫീക്ക് അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.